So we are on day 3 in Wales. നാളെ നമുക്ക് റിട്ടേൺ ആണ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണേ നിയ? Where are we going? ബബ്ബയോ? ഞങ്ങളുടെ സൗത്ത് വെയിൽസ് ഹോളിഡേ ട്രിപ്പിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആണിന്ന്. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് ബ്രെക്കൺ ബേക്കൺ നാഷണൽ പാർക്കിന്റെ ഭാഗമായ ഒരു ഫേമസ് ട്രെയിലായിട്ടുള്ള 4 വാട്ടർഫോൾസ് വോക്കാണ്. ഇന്ന് രാവിലെ വെതർ നമ്മളെ ചതിച്ചിരിക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. എന്നാലും ട്രക്കിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ നല്ല ഒരു വെതറാണിത്. ടു കോൾഡ് അല്ല. എത്ര ഡിഗ്രീസ് ഉണ്ട്? 14-15 ഡിഗ്രീസ്. ഓക്കെ, ക്ലൗഡി ബട്ട് ഇറ്റ്സ് ഓക്കെ ഫോർ എ വാക്ക്. നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ആണ് ഈ വാട്ടർഫോൾസിലേക്കുള്ളത്. വിൻമില്ല് അതിന്റെ മുകളിൽ, ആ മലയുടെ മുകളിൽ എന്ത് രസം നോക്കിയേ. കൊറേ ആണെങ്കിൽ നിരന്ന അടിപൊളിയായിരുന്നു. ഈ 4 വാട്ടർഫോൾസും കൂടി കാണാനായിട്ട് ഒരു 4-5 മൈലാണ് നടക്കാനുള്ളത്. ഈ വാട്ടർഫോൾസിന്റെ ഏറ്റവും അടുത്തുള്ള കാർ പാർക്ക് എന്ന് പറയുന്നത് കൊമിൻ വൈറോസ് എന്ന് പറയുന്ന ഒരു സ്മോൾ ഫ്രീ കാർ പാർക്കാണ്. അവിടെ ആകെ 8 കാർസിനെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിരാവിലെ പോയാലേ അവിടെ പാർക്കിംഗ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ഒരു 2 മൈൽസ് നടന്നിട്ട് വേണം അടുത്ത കാർ പാർക്കിലെത്താൻ. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഈ കാർ പാർക്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ പറമ്പ് തന്നെ ശരണം. ബാക്കിയുള്ള കാർ പാർക്സിനൊക്കെ പേയ്മെന്റും ഉണ്ടേ. എന്തായി നടന്നിട്ട്? എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടല്ലേ? എത്ര നേരം നടക്കുന്നേ? തിരിച്ചു വരുമ്പോ എന്താവും എന്നുള്ളത് 1 മൈല് പോലെ ആയില്ലെന്ന് തോന്നുന്നു. 4-5 മൈലുണ്ടെന്നാ പറഞ്ഞേ. നടന്നു നോക്കാം. അവരൊക്കെ എന്തേ? ബാക്കിൽ എവിടെയോ ഉണ്ട്. അപ്പാപ്പൻ നല്ല പൊളിയായിട്ട് പോവാ. കുറെ നേരമായിട്ട് നടക്കുവാ. പക്ഷെ അപ്പാപ്പന്റെ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. നമ്മളിവിടെ അണയ്ക്കുന്നുണ്ട്. ഇതായി അങ്ങനെയുണ്ട് സോ ഫാർ വാക്ക്? പൊളിയല്ലേ? വെള്ളച്ചാട്ടം എത്താൻ പോണുള്ളൂ. സൗണ്ട് കേൾക്കണില്ലേ? ഗുൾഗുളു ഗുൾഗുളു. അതാ ബീഫ് കിടന്ന്, അത് രാവിലെ കഴിച്ച ബീഫ് കിടന്ന് കരയുന്നു. ഒരു വടി കൂടി കൊണ്ടുവരാന്ന് അങ്ങനത്തെ. എന്തായി? നടന്ന് എവിടം വരെ എത്തി? തുടങ്ങിയിട്ടേ ഉള്ളോ കേട്ടോ. 4 falls trail എങ്ങനെയുണ്ട്? നൈസ് ഉണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ ആണോ? അങ്ങനെ 1-2 മൈലൊക്കെ നടന്ന് ഞങ്ങൾ ആദ്യത്തെ വാട്ടർഫോളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ബാക്കിയുള്ള വാട്ടർഫോൾസിലേക്കുള്ള റൂട്ട് മാപ്പൊക്കെ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഹലോ പപ്പി. ഹായ് പപ്പി. ഓ നല്ല പട്ടി. നമ്മളെവിടെയാ? യു ആർ ഹിയർ. കണ്ടോ, നമ്മൾ ഇവിടെയാണ്. എന്താ പേര്? ഓ, ഇത് ഇവിടെ എത്തിയിട്ടുള്ളൂ. റീഡ് വായിക്കണേ നീ. എല്ലാ ഭാഷയും വായിക്കണേ. ആ, ഇതാണ് സ്ക്വിഡ് ക്ലൂൻ ഗ്വെൻ. ഇനി നമുക്ക് നടന്ന് ഇത്രയും സ്ഥലത്ത് പോണം. സ്ക്വിഡ് ഇയർ എറ, സ്ക്വിഡ് വൈ പാൻവർ, 17, 18, 19, സ്കൂഡ് എന്നാ പറയണേ. 25. ഇല്ല, നമ്മളൊന്ന് കണ്ടുപിടിച്ച് വെക്കണമല്ലോ എങ്ങോട്ടാ നമ്മള് പോകുന്നത്. ഇൻ കേസ് ഓഫ് എമർജൻസി 999 വിളിക്കാൻ ഒരു കട്ട പോലും ഇല്ല ഫോണില്. ഇൻ കേസ് ഓഫ് എമർജൻസി കോൾ 999. വോഡഫോൺകാരാ ഒരു കട്ട ഉണ്ടല്ലോ അല്ലെ? അതെ. അപ്പന്മാര് വടിയൊക്കെ കുത്തിപ്പിടിച്ച് പോവാ. ചെല് കാര്യമില്ല. ആ, നീ ഇറങ്ങിക്കോ. നീ എന്റെ കോലാണ്. നിന്നെ പിടിച്ച് വേണം വരാൻ. കൈ തരൂ. നിന്റെ വീഡിയോ എടുക്കുവല്ലേ ഞാൻ. അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിൽ നിന്ന് മൈലുകളൊക്കെ നടന്ന് ആദ്യത്തെ വാട്ടർഫോൾസ് ആയ സ്കൂഡ് ക്ലൂൻ ഗ്വിനിലെത്തിയിരിക്കുകയാണ്. സമ്മർ സീസണിനെക്കാളിലും ഒക്കെ ഈ വാട്ടർഫോൾസ് ഒക്കെ കാണാനായിട്ട് ഏറ്റവും ഭംഗി വരുന്നത് മഴക്കാലത്താണേ.
കുറച്ചുകൂടിയൊക്കെ എക്സ്പ്ലോർ ചെയ്താൽ ആ വാട്ടർഫോൾസിന്റെ മുകളിൽ വരെയൊക്കെ എത്താൻ പറ്റും. പക്ഷെ ഇനിയും വേറെ കുറെ വാട്ടർഫോൾസ് കാണാനുള്ളതുകൊണ്ട് ഞങ്ങൾ അതിന് പോയില്ല. ഇതാണ് ഞങ്ങളുടെ ടീമിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ മിസ്റ്റർ നിശ്ചൽ. അങ്ങനെ സ്കുഡ് ഗ്വിൻ വാട്ടർഫോളിൽ നമ്മൾ അടുത്ത ഫോളിലേക്ക് പോവാണ്. പോണോ ഇനി അടുത്തതിലോട്ട്? ഇവർക്കൊക്കെ പോണമെങ്കിൽ നമ്മൾ പോയാലേ പറ്റൂ. പക്ഷെ നമ്മൾ എവിടം വരെ പോകും എന്ന് നമുക്ക് നോക്കാം, കണ്ടറിയാം. ആദ്യത്തെ വാട്ടർഫോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മലയാറ്റൂർ മലയൊക്കെ കയറുന്ന പ്രതീതിയായിരുന്നു കേട്ടോ തിരിച്ചു കയറിയപ്പോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വാട്ടർഫോളിലേക്ക് പോവാം. അതേതാ അടുത്ത വാട്ടർഫോള്? ഈ വാട്ടർഫോളിന്റെ പേര് പറഞ്ഞേ. ചെക്ക് പോസ്റ്റോ? ആർക്കറിയാം. സ്കുഡ് ക്ലുൻഗുൻ. ഗുഗുൻ. അതെ, സ്കുഡ് ക്ലുൻ ഗുഡ്. അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ വായിക്കൊള്ളാൻ പറ്റാത്ത വാട്ടർഫോളിന്റെ പേര്. അത് തന്നെ. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പണിയല്ലെന്ന്. അതുകൊണ്ട് പിള്ളേരൊക്കെ എല്ലാ വാട്ടർഫോൾസും കവർ ചെയ്തു. അഡൾട്ട്സ് 2 വാട്ടർഫോൾസ് കവർ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, സ്കൂഡ് ഐറ, അതാണ് ഈ വാട്ടർഫോൾ. വെറും 170 സ്റ്റെപ്സുകൾ തിരിച്ചു കയറാനും. നോക്കാം, പോയി നോക്കാം. നമ്മൾ മറ്റേ ആ സൈഡിലെ വാട്ടർഫോൾ നമ്മൾ മിസ്സായി, നന്നായി മിസ്സായത്. ഇത് തന്നെ എവിടെ എത്തുന്നോ? അയ്യോ, ഇത് എന്തോരം ഉണ്ടേ. എത്താറായി. 4 പോയോ? ഇവിടെ ഉണ്ട്. ഹായ് മിസ് പട്ടി, കൊള്ളാട്ടോ. കൊള്ളാം. അപ്പൊ നോക്കിയേ. ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് തലയാട്ടെങ്കിലും ലാലു പറയാൻ ഉദ്ദേശിച്ച ഡയലോഗ് ആക്ച്വലി ഇതാണ്. കാരണം അമ്മാതിരി ട്രക്കിങ്ങിലാണല്ലോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിജയകരമായി 170 പടികൾ ഇറങ്ങി വാട്ടർഫോളിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രെയിലിന്റെ ലാസ്റ്റ് വാട്ടർഫോൾസിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്കൂഡ് എയർ ഐറ വാട്ടർഫോൾസ്. എൻ്റെ മോനെ ഒന്നും പറയണ്ട, 170 പടികൾ ഇറങ്ങി എത്തിയതിൻ്റെ ക്ഷീണമൊക്കെ ആ വാട്ടർഫോൾസ് കണ്ടപ്പോഴേക്കും പമ്പ കടന്നു. ഞങ്ങൾ സ്കൂഡ് ഐറ വാട്ടർഫോൾസിന്റെ അവിടെയാണ്. ഞങ്ങൾ അതിന്റെ ബാക്കിലേക്ക് പോയി നോക്കിട്ട് വരാം കേട്ടോ. വാ. ഒരുപാട് കെയർഫുൾ ആയിട്ട് വേണം ഈ ഒരു വാട്ടർഫോൾസിന്റെ ബാക്കിലേക്ക് പോകാൻ. കാരണം അങ്ങോട്ട് പോകുന്ന വഴി നല്ല സ്ലിപ്പറിയാണ്.
ഞങ്ങളിപ്പം നിൽക്കുന്ന ഈ വാട്ടർഫോൾസ്, അതായത് സ്കൂഡ് ഐറ, ഈ വാട്ടർഫോൾസിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ വാട്ടർഫോൾ ഓഫ് സ്നോ എന്നാണ്. ശരിക്കും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പിന്നിൽ നിൽക്കുമ്പോൾ മഞ്ഞ് നമ്മുടെ മുന്നിൽ പെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ടവൽസും സാമഗ്രികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ കുളിക്കാനും നനയ്ക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. സാമാന്യം കുറച്ചൊക്കെ നീന്തൽ അറിയാവുന്നവർക്കാണേ നല്ല രീതിയിൽ ഇവിടെ നീന്തി കുളിക്കാം. വലിയ ആഴമൊന്നും ഇല്ലാട്ടോ ഇവിടെ, പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പാണേ. കുറച്ച് കല്ലും മുള്ളും മലകളും ഒക്കെ കയറിയിട്ടാണെങ്കിലും ഈ വാട്ടർഫോൾസിൻ്റെ വോക്കൊക്കെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ ഹോളിഡേയ്സൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് റിയാലിറ്റിയിലേക്ക് മടങ്ങുകയാണ്. The world is a book and those who do not travel read only one page എന്നാണല്ലോ. അപ്പം നമുക്ക് ഈ ബുക്കിൻ്റെ എല്ലാ പേജസും വായിക്കണ്ടേ, അതിന് ഒരുപാട് ട്രാവൽ ചെയ്യണ്ടേ. സോ എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളും ഒരുപാട് ഹോളിഡേയ്സിനൊക്കെ പോയി ഇതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത്. ആദ്യമൊക്കെ എനിക്ക് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് ഇതൊരു ക്രേസായി മാറിയിരിക്കുകയാണ്. വേറെ ആരെയും കാണിക്കാനൊന്നും അല്ലെന്നേ, നമ്മുടെ വീഡിയോസ് നമ്മൾ തന്നെ കണ്ട് നമുക്ക് തന്നെ ഹാപ്പി ആവാമല്ലോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വ്ളോഗ് കണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സോ വാച്ച് ദിസ് സ്പേസ് ഫോർ മൈ നെക്സ്റ്റ് വ്ളോഗ് ഓൺ our 10-day Euro road trip.